Hello friends, welcome back to our channel. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ലാസ്റ്റ് വീക്ക് ഞങ്ങളുടെ ഒരു ട്രിപ്പ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഔട്ടർ ബാങ്ക്സ് ട്രിപ്പ് വിത്ത് ഫ്രണ്ട്സ്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് വെരി എക്സൈറ്റിംഗ്, സൂപ്പർ എക്സൈറ്റിംഗ് ആൻഡ് ഫൺ വീഡിയോ ആണ്. ആക്ച്വലി ട്രിപ്പ് കുറച്ച് ലെങ്തി, ഒരു വൺ ഡേ ആൻഡ് വൺ നൈറ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി വീഡിയോ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എന്നെ അറിയാത്ത അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിനെ അറിയാത്ത കുറേ പേര് കമൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണത്. ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആ കമൻസ് ആണ് വീണ്ടും വീഡിയോസ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ. So keep supporting and stay in touch. So join with me to watch part 2 of Outer Banks trip. Guys, appa nammal innu stay cheyan pona veedetti. Let's see what's waiting for us. Wow, idu kollalo. കുറേ നേരം ഡ്രൈവൊക്കെ ചെയ്ത് എല്ലാവരും ടയേർഡായിട്ടിരിക്കുകയാണ്. സോ ഒരു ചായ കുടിക്കാനാണ് നെക്സ്റ്റ് പരിപാടി. പിന്നെ നിങ്ങൾക്ക് വീട് കാണാൻ നല്ല രസമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ 2 ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല ബീച്ച് വ്യൂ കാണാം. വൈകുന്നേരം ഇരുന്ന് ചായ കുടിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇവിടെ. ഇവിടെ 2 ശിഖമാരും കൂടി ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ഞാനിവിടെ ക്യാമറാമാനാണ്. ചായക്ക് വേണ്ടിയിട്ടുള്ള പാല്, പഞ്ചസാര, ചായപ്പൊടി എല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും ചായ കുടിക്കുന്ന ടൈം കൊണ്ട് നമുക്കൊന്ന് മുകളിൽ കണ്ടിട്ട് വരാം. മുകളിലാണ് ബെഡ്റൂമൊക്കെ, 2nd ഫ്ലോർ. വാവ്, 3 പേർക്കും കറക്റ്റായിട്ട് 3 ബെഡുണ്ട് കുട്ടികൾക്ക്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഒരു 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ഇവിടെ ഒരു വാഷ്റൂം. ഇവിടെ ചെറിയൊരു ഹാള് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TV ഒക്കെ ഉണ്ട്, പക്ഷെ ഇതെല്ലാം ആരും യൂസ് ചെയ്യില്ല. താഴെ ഒരു കോമൺ ബാത്റൂം, പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. സോ 3 ഫാമിലീസിന് പെർഫെക്റ്റ് ആണ്. സോ നമ്മൾ 1 നൈറ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള റേറ്റും അത്ര കൂടുതലല്ല. പ്ലസ് വാഷർ, ഡ്രയർ എല്ലാം ഉണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളെ ഗ്യാതറിംഗ് ആണ് ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്. ഞങ്ങളധികം പുറത്ത് അങ്ങനെ കറങ്ങാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് നേരം ബീച്ചിൽ സ്പെൻഡ് ചെയ്യണം. വാവ്, ലൈറ്റ്സ് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ചായ എല്ലാം കുടിച്ച് ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ബീച്ചിലേക്ക് പോവാണ്. കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് റെഡി ആയിട്ടൊക്കെയാണ് കളിക്കാൻ. ഇതാണ് നമ്മളെ ഷാജു ബ്രോ. ആള് നല്ല തമാശക്കാരനാണ്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ദി ട്രിപ്പ് നമുക്ക് ആർക്കും ബോറടിക്കില്ല. വൺ ലവ് സോങ് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു റീൽ എടുക്കാൻ വെച്ചു. ഞാൻ ആ റീൽ ഓൾറെഡി ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര തമാശയായിരുന്നു. ആ റീൽ എടുക്കുമ്പം ഒരു 3-4 ടേക്ക് എടുത്തിട്ടാണ് ഓരോ കപ്പിൾസും പൊക്കിയത്. അനൂപും ശിഖയും മാത്രം ഒറ്റ ടേക്കിൽ ചെയ്തു. അവർ കറക്റ്റായിട്ട് ചെയ്തു.
വാവ്, പെർഫെക്റ്റ്. എന്നെ പൊക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പുഷപ്പെല്ലാം എടുത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അന്ന് ചേച്ചതിന് കണക്കില്ല. അറ്റ് ലാസ്റ്റ് സെറ്റായി. ഇതായിരുന്നു ഔട്ട്പുട്ട്. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് അടിച്ച് പൊളിച്ച് വീട്ടിലെത്തി. ഡിന്നർ ടൈമായി. അപ്പോൾ ഡിന്നറിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ കറികളും ഒക്കെ നമ്മൾ വന്നപാട് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാം ചൂടാക്കി, പിന്നെ ചപ്പാത്തിയാക്കി, പൊറോട്ടയാക്കി, നെയ്ച്ചോറും ചൂടാക്കി. അങ്ങനെ വീണ്ടും ഒരു ഗ്രാൻഡ് ആൻഡ് ഹാപ്പി ഡിന്നർ വിത്ത് ഹാപ്പി ടമ്മി. കുട്ടികൾ 3 നേരത്തെ ഡിന്നർ കഴിച്ച് അവരെ ബെഡിൽ പോയി അങ്ങ് സെറ്റായി. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഹാപ്പിയായി നമ്മളിപ്പോൾ ഡം സ്റ്റാർട്സ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഒളിച്ചോടി. എന്റെ അച്ഛൻ വായുണ്ട്. ചിരിച്ച് നമ്മൾ ഉറക്കെല്ലാം പോയി. എല്ലാവരും നന്നായി കളിച്ചു. നമ്മൾ ലേഡീസാണ് കുറച്ചുകൂടി നന്നായി കളിച്ചത്. പക്ഷെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ രാവിലെ 10 o'clock ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഓൾറെഡി ഉണ്ടാക്കി ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുട്ട ഓംലേറ്റ് ആക്കി അങ്ങനെ ബ്രെഡ് മുട്ടയെല്ലാം കഴിച്ചു. പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ നിന്ന് ഔട്ടർ ബാങ്ക്സിൻ്റെ സോവനർ വാങ്ങിച്ചു. അടിപൊളിയാണല്ലോ. പോകുന്ന വഴിക്ക് ഫുൾ ബീച്ച് വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പേര് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ നിറയെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ ഔട്ടർ ബാങ്ക്സിൽ വന്നാൽ. അടുത്ത നമ്മൾ പോകുന്നത് സാൻഡ് ഡ്യൂൺസ് കാണാനാണ്. ഈ പോകുന്ന വേ തന്നെ നമ്മളൊരു ഡെസേർട്ടിലേക്ക് പോകുന്ന ഫീലാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർക്കിൻ്റെ എൻട്രൻസിലെത്തി. ഇനിയിപ്പോൾ കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട്. എന്നിട്ടാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേസിലാണ് സാൻഡ് ഡ്യൂൺസ് സ്റ്റാർട്ട് ആവുന്നത്. നമുക്കിനിപ്പോൾ ചെരുപ്പിടാൻ പറ്റില്ല. സോ എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെച്ചു. നല്ല കാറ്റാണ്. ഹാറ്റെല്ലാം പാറിപ്പോയെന്ന്. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നടക്കുന്നത്. കുറച്ച് ഡീപ്പായിട്ട് തന്നെ കാല് പോകുന്നുണ്ട്. പെട്ടെന്ന് നടക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു പ്ലേസ് എത്തിയപ്പം ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഇവിടെ അനൂപിൻ്റെ ഒരു ആടുജീവിതം പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, ദിസ് ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. നമ്മൾ നടന്നതിൻ്റെ ആ ഒരു ക്ഷീണം എല്ലാം നമ്മൾ മറന്നുപോകും. ഇത്രയും രസമുണ്ട് കാണാൻ. കുറേ നടന്ന് എല്ലാവർക്കും നല്ലോണം വിശന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പോകുന്ന വഴിക്കൊരു ബീച്ച് സൈഡ് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് വാക്ക് ചെയ്തു. സോ ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ 1 day ട്രിപ്പ് ടു ഔട്ടർ ബാങ്ക്സ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഗ്യാതറിങ് നന്നായി എൻജോയ് ചെയ്തു. തിരിച്ചു പോകാൻ തോന്നിയുണ്ടായില്ല. അപ്പോൾ ശരി.